ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് അവൽ വിളയിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 അച്ച് ബെല്ലം വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ശർക്കര പാനിയാക്കി എടുത്തിട്ട് അപ്പോൾ അത് അരിച്ചെടുത്ത് മാറ്റാം. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉരുകി വരട്ടെ. ഉരുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നെയ്യും അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഇനി എന്തൊക്കെ നട്ട്സുകളുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 മാത്രമേ ഇടണുള്ളൂ. പിന്നെ എടുക്കണ അവലെന്ന് പറയുന്നത് ചുമന്ന അവൽ എടുക്കാൻ നോക്കുക. അപ്പോൾ അതിലാണ് അതിൻ്റെ B12 ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തവിടിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എടുക്കാൻ നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് ബെസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ അണ്ടിപ്പരിപ്പായി വന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. കാരണം ഇത് മധുരമുള്ളൊരു മിഠായി പോലത്തെ ഒരു ഇതാണ്. ശർക്കരയൊക്കെ ചേർന്ന് നെയ്യും ശർക്കരയും നാളികേരവും ഒക്കെ കൂടി ചേരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണത്. അപ്പോൾ ഈവനിങ്ങിൽ ഓടി വന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ നാളികേരത്തിൻ്റെയാണ് കേട്ടോ. അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഈ നെയ്യിലിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. വല്ലാണ്ട് ചുവന്ന കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കാനായിട്ടാണ്. ഇപ്പോൾ ഇത് ഒരു ഇതായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അവലാണ് എടുക്കണത്. 2 ഗ്ലാസ് അവലിരിക്കുകയാണ് ഞാൻ അരമുറി തേങ്ങയും 2 അച്ച് ശർക്കരയൊക്കെ എടുത്തത്. അപ്പോൾ അതനുസരിച്ച് എടുക്കാൻ നോക്കുക. അപ്പോൾ മധുരമൊക്കെ പാകം. ഇപ്പോൾ ഈ അവലും കൂടി ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വരണം. വല്ലാണ്ട് വറക്കൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഈ നാളികേരവും ഈ നെയ്യും ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ അവൽ നല്ല ഇതായിട്ട് വരണം. നന്നായി കണ്ട കളറൊക്കെ മാറി നെയ്യിലൊന്നായി വരണണ്ട, അങ്ങനെ ആയി വരണം. അപ്പോൾ അതോടുകൂടി അതൊന്ന് ഈ ചൂടിലായതുകൊണ്ട് അതൊന്ന് ഡ്രൈ ആവുകയും ചെയ്യും. എപ്പോഴും നമ്മൾ ചുമന്ന അവൽ എടുക്കാൻ നോക്കണം. അപ്പോൾ അതാണ് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ്. B12 ഒക്കെ ചെല്ലുന്നത്. ഇതിലേക്ക് ആയി വരുമ്പോൾ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയിൽ ഞാനൊരു ഏലക്കായ വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു കരട് പോലെ നിങ്ങൾക്ക് തോന്നുക. അത് കരടല്ല, ഞാൻ അരിച്ച് വെച്ചാണ്. അപ്പോൾ അത് അതിൽ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതായി വന്നിട്ടുണ്ടാവില്ല. വേറെ ഞാൻ ഇതുപോലെ തന്നെ പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇടേണ്ടി വരും ഞാൻ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ കരട് പോലെ കാണുന്നത് ഏലക്കായാണ്, ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇനി അത് നമുക്ക് നന്നായി അതിൽ കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നല്ല ടേസ്റ്റാണ്. ആ നെയ്യും പിന്നെ ഈ ശർക്കര പാനിയും ഒക്കെ കൂടി അതിൽ കിടന്ന് മുങ്ങിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരണം. അപ്പോൾ നമുക്കതങ്ങനെ ഇളക്കി കൊടുത്ത് നിൽക്കാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഇതിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഈ നട്ട്സൊക്കെ വറുത്തത് നെയ്യിൽ വറുത്തത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് കഴിക്കാത്ത നട്ട്സ് തന്നെ കൊടുക്കുമ്പോൾ കഴിക്കാത്തവർ ഇങ്ങനെയൊക്കെ വറുത്തൊക്കെ കൊടുക്കുമ്പോൾ നെയ്യ് അപ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ അത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.